ഹായ്, നിങ്ങൾ ഓക്കെ അല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മയുടെ ജീവിതം തന്നെ മാറ്റുന്ന ചെറിയ ശീലങ്ങളെ പറ്റിയാണ്. ഒരു വീട്ടമ്മയുടെ ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്? എല്ലാ ദിവസവും ഒരേ റുട്ടീൻ: അടുക്കള, വീട്ടുപണി, കുട്ടികൾ, ഉത്തരവാദിത്തങ്ങൾ. ഇതിനിടെ നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരു മാരേജ് കൊണ്ടോ ഹൗസ് വൈഫ് ആകുന്നത് കൊണ്ടോ നമ്മുടെ ഒന്നും ലൈഫ് നിന്നു പോകുന്നില്ല. ചെറിയ ചെറിയ ഹാബിറ്റ്സ് മതി നമ്മുടെ ജീവിതം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ. മോർണിംഗ് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി, എല്ലാവരും ഉറങ്ങുന്ന സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ, സൈലൻ്റായി ഒന്ന് ഇരിക്കാൻ, അല്ലെങ്കിൽ കണ്ണടച്ചിരുന്ന് ഒന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്യാൻ. ഈ 10 മിനിറ്റാണ് നിങ്ങളുടെ മൈൻഡ് റീസെറ്റ് ചെയ്യുന്നത്. ഹൗസ് വൈഫ് ആയാലും നിങ്ങളൊരു ഹ്യൂമൻ ബീയിങ് അല്ലേ, സ്വപ്നങ്ങളുള്ളൊരു സ്ത്രീ അല്ലേ. പിന്നീട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ഹാബിറ്റാണ് ലേൺ സംതിങ് ഡെയിലി. കുട്ടികൾ സ്കൂളിൽ പോയ ശേഷം നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? മൊബൈൽ സ്ക്രോൾ ചെയ്യും. ആ ടൈമിൽ ഒരു പേജ് വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേണിംഗ് വീഡിയോ കാണുക. ഡെയിലി കുറച്ചറിവ്. ഒരു വർഷം കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് വേറൊരു ലെവലായിരിക്കും. ഹാബിറ്റ് 3 എന്താണ്? സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ്. സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറില്ലേ, അവളെന്ത് സക്സസ്ഫുള്ളാണ്, അവളുടെ ലൈഫ് എത്ര ഹാപ്പിയാണ്, ഞാനൊന്നുമല്ല എന്ന് തോന്നുന്നില്ലേ? ഈ കമ്പാരിസണാണോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. എല്ലാവരുടെയും ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ടൈം ഇപ്പോഴായിരിക്കും. നിങ്ങളുടെ ജേർണിയും യുണീക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാബിറ്റ് 4 എന്താണ്? നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ, പക്ഷെ നമ്മൾ എന്താ സംസാരിക്കാറ്? എൻ്റെ ലൈഫ് എന്ത് വേസ്റ്റാണ്, ഞാൻ ഒരുപാട് വൈകി, ഇനി എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല, എനിക്കൊരു കഴിവും ഇല്ല, ഈ അടുക്കളയിൽ കിടന്ന് എൻ്റെ ജീവിതം നശിക്കും. ഇതൊക്കെയല്ലേ നമ്മൾ നമ്മളോട് പറയാറ്. പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ പറയുന്ന കള്ളങ്ങളാണ്, നമ്മുടെ എക്സ്ക്യൂസുകളാണ്. നമ്മളിപ്പോഴും വൈകിട്ടില്ല, നമ്മൾ തയ്യാറാകുമായിരുന്നു. നമ്മളൊരു പുതിയ തുടക്കത്തിനായിട്ടുള്ള തയ്യാറാകൽ, ഫിസിക്കലി മെൻ്റലി എല്ലാം നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ഓരോ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സക്സസ് ഒരു രാത്രി കൊണ്ടുണ്ടാകത്തില്ല, പക്ഷെ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ലൈഫ് ഡെഫിനറ്റ്ലി ചേഞ്ച് ആകും. നമ്മൾ നമ്മുടെ വളർച്ചയ്ക്കായിട്ട് കാത്തിരിക്കണം. ഒരു ദിവസം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും, ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. പെർഫെക്റ്റ് ആകണ്ട, പെർമിഷനും വേണ്ട, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. ചെറിയ ഹാബിറ്റ്സ് വലിയ ജീവിത വിജയങ്ങൾക്ക് കാരണമാകും. നമ്മുടെ ഈ കംഫർട്ട് സോണൊക്കെ മാറ്റി നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലേ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ എല്ലാം എന്തിനു ചെയ്യുന്നു? നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് വേണ്ടി കുറച്ച് ടൈം കിട്ടും. ഈ ടൈം നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകും. ഇപ്പോൾ നമുക്കൊരു 30 വയസ്സാണെങ്കിൽ കുറച്ച് വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യരുത്. ഹോപ്പ് ഇൻവേർഡ്സ്. സന്തോഷമായിട്ടിരിക്കും.